എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് പുഞ്ച പുട്ടുപൊടി ഉണ്ടാക്കുന്ന ഐറ്റംസ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പുട്ട് റെഡിയാക്കാനായിട്ട് പുഞ്ച പുട്ടുപൊടി ഉപ്പിട്ട് അത് ഇളക്കി എല്ലാം സ്വല്പം വെള്ളം ഒഴിച്ച് ഇളക്കി എല്ലാം വെച്ചിരിക്കുന്നു. എന്നിട്ടത് നമ്മൾ അപ്പച്ചെമ്പിലേക്ക് ഒഴിക്കുന്നു. അപ്പച്ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പും വെള്ളവും ഒഴിച്ച്, അത് അധികം ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല, ചെറു ചൂട് കുഴയ്ക്കുക. അതല്ലാതെ വേണമെങ്കിൽ പച്ചവെള്ളത്തിലും ഇത് പൊടി കുഴച്ചെടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി, പുട്ടിന് നനയ്ക്കുന്ന രീതി എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും ഇതറിയാം, എന്നിരുന്നാലും ഞാൻ ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണം തേങ്ങ ചിരവിയത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ആവിക്ക് ഈ തേങ്ങയുടെ ഒരു വേവുമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇളക്കുക. അപ്പോൾ ഇത് സ്വല്പ നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ആവി വന്ന് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ അപ്പച്ചെമ്പൊന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറ്റി ശരിയാവുമ്പോൾ കാണിക്കാം. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയോ? എൻ്റെ നമ്മുടെ ഈ കിച്ചൻ്റെ പരിപാടിയിൽ വരുന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഐറ്റംസും ഈ കേരളത്തിൽ ആർക്കും അറിയാതില്ല, എന്നിരുന്നാലും നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നു. കിച്ചൺ പ്രോഗ്രാമിലേക്ക് വരുന്നവർക്ക്, കാണുന്നവർക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ ഐറ്റംസുകളും ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ കുറച്ചായതേ ഉള്ളൂ ഈ കിച്ചൻ്റെ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന തെറ്റുകളും കുറ്റങ്ങളും എല്ലാവരും സദയം ക്ഷമിക്കുക. വലിയ അറിവില്ലെങ്കിലും ഉള്ള അറിവ് എല്ലാവരിലേക്കും പകർത്താനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത ഓരോ ഡിഷുകളും നിങ്ങളെ കാണിക്കുക. ഇനി സൗത്ത് ഇന്ത്യൻ്റെ കാണിച്ചുകൊണ്ടിരിക്കുന്ന, നോർത്ത് ഇന്ത്യൻ്റെ ഉണ്ട്. ധാരാളം ഫുഡുണ്ടത്, ഐറ്റംസൊക്കെ പെട്ടെന്ന് എങ്ങനെ നമ്മൾ അതുണ്ടാക്കിയെടുക്കാമെന്നുള്ള കാര്യം എല്ലാവരെയും പ്രദർശിപ്പിക്കുന്നു. അടുത്തത്, ഞാൻ ഇന്നലെ ഒരു മീൻകറിയൊക്കെ ഇട്ടിരുന്നു. പുഴമീൻ കിട്ടിയത് കൊണ്ടുവന്ന് അതെല്ലാവരെയും കാണിച്ചിരുന്നു. എല്ലാവരും കണ്ടു എന്ന വിശ്വാസത്തോടെ സന്തോഷിക്കുന്നു. ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാരികളെല്ലാവരും, പഞ്ചാബിലുള്ള ഒരു ഷൈബിയുണ്ട്, എനിക്കൊരു രാജിയുണ്ട്, ഒരു മല്ലികയുണ്ട്, ഒരു വിനയുണ്ട്, ഒരു തങ്കുണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട് ആളുകൾ. പിന്നെ ഹിന്ദിക്കാരുണ്ട്, ഹിന്ദിക്കാരുടെ പേരൊന്നും പറഞ്ഞില്ല. പ്രധാനപ്പെട്ട ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. ഒരു കുൽദീപ് ഉണ്ട്, ഒരു ഗംഗയുണ്ട്, ഒരു കമലേഷുണ്ട്, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. പിന്നെ ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കൂടെ ജോലി ചെയ്തവരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഒക്കെ ഇത് കാണുമെന്ന് പ്രതീക്ഷയാണ്. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ടും കൂട്ടുകാരികൾ ഒക്കെ ഉണ്ട്. എല്ലാവരും കണ്ടിതിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പുട്ട് അങ്ങനെ റെഡിയായിക്കൊണ്ട് വരുന്നു. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിടാം.
അപ്പോൾ ഇത് ആ തേങ്ങയൊക്കെ ഒന്ന് വെന്തു. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ ഒന്ന് ഇളക്കിയൊക്കെ ഇടുക. ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അത് ഈ തേങ്ങ എല്ലായിടത്തും പിന്നീട് ഒന്ന് ഇളക്കിയിടാം. ഇപ്പോൾ ഒന്ന് സ്വല്പമായിട്ട് ഇളക്കിയിട്ട് അടിയിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് ആക്കുക. അപ്പോഴത് പെട്ടെന്ന് വെന്തും കിട്ടും. ഓക്കെ, ആവിക്ക് വെന്ത് കാണുമെങ്കിലും സ്വല്പം കൂടെ ഇരുന്നോട്ടെ. സ്വല്പം കൂടെ ഒന്നിരുന്ന് ആവി പിടിച്ചോട്ടെ എന്ന് കാണുന്നു. പിന്നെ കൂട്ടുകാരികളെല്ലാം എന്തു പറയുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് കിച്ചണിലെ പ്രോഗ്രാം ഇടുന്നവരൊക്കെ എന്തൊക്കെയാണ് പ്രോഗ്രാം ഇടുന്നത്? എല്ലാം